CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. 4,85,00,000 രൂപയാണ് അക്കൗണ്ടിൽ ഉള്ളത്. നേരത്തെ പിൻവലിച്ച 1 കോടി രൂപ ചെലവഴിക്കരുത് എന്ന് ആദായനികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ പാർട്ടിക്ക് ഒന്നും ഭയക്കാനില്ല എന്ന് ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറയുന്നു. എല്ലാ ഇടപാടുകളും നിയമാനുസൃതമാണ്. രാഷ്ട്രീയമായി LDF-നെ തകർക്കുകയാണ് ലക്ഷ്യമെന്നും MM വർഗീസ് ആരോപിച്ചു. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കില്ലേ? അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ പണം പിൻവലിക്കേണ്ട വന്നാൽ പിൻവലിക്കേണ്ടി വരില്ലേ? പാർട്ടി ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കും. അതിപ്പോൾ 3 കോടി 5 കോടി എന്നൊക്കെ പറഞ്ഞ ചില പത്രങ്ങൾ എഴുതി, അതൊക്കെ എങ്ങനെ എഴുതി പിടിപ്പിക്കുകയാണ്. അതെന്തെങ്കിലും ആവട്ടെ, പണം നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടല്ലേ. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. അതതിൻ്റെ കൃത്യമായിട്ടുള്ള നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി. അതിൻ്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മളെ തളർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോഴത്തെ നിലയിൽ. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച വാർത്ത കഴിഞ്ഞ ആഴ്ച വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൽ CPM-ന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നു. മാത്രവുമല്ല, നേരത്തെ എടുത്ത 1 കോടി രൂപ അത് ചെലവഴിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തും ഉണ്ടായത്? ഇപ്പോൾ CPM അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ശ്രീകാന്ത്, 98-ൽ CPM ഈ തൃശ്ശൂരിലെ MG റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തുറന്ന അക്കൗണ്ടാണ് ഇത് സംബന്ധിച്ച് ഇന്നേ വരെ CPM വെളിപ്പെടുത്തിയിട്ടില്ല ആദായനികുതി വകുപ്പ് മുമ്പാകെ എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അവർ അവിടെ റെയ്ഡ് നടത്തിയതും ഒപ്പം തന്നെ ഇന്ന് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളതും. അവിടെ ഉണ്ടായിരുന്ന പണം പിടിച്ചെടുക്കുകയല്ല ചെയ്തത്, അത് അവിടെ തന്നെ മരവിപ്പിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. 4,85,00,000 രൂപ അക്കൗണ്ടിലുണ്ട്. 1 കോടി രൂപ ജില്ലാ സെക്രട്ടറി എടുത്തിരുന്നു. ആ 1 കോടി രൂപ ചിലവഴിക്കരുത് എന്ന നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് ആദായനികുതി വകുപ്പ്. കൊച്ചി യൂണിറ്റാണ് ഈ നടപടിയെല്ലാം തന്നെ സ്വീകരിച്ചത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെയും നൽകിയില്ല. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നൽകേണ്ട സാഹചര്യം വന്നപ്പോൾ അപ്പോഴും മറച്ചുവെച്ചു. ഇതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സ്വാഭാവികമായുള്ള നടപടിയാണ് ഇതിന് പിന്നിലെന്ന് ആദായനികുതി വകുപ്പ് പറയുന്നുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ഇതിന് ബന്ധമില്ല എന്നും ആദായനികുതി വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അക്കൗണ്ടിനെ കുറിച്ചൊരു വിവരം അവർക്ക് കിട്ടുന്നത്. തുടർന്ന് ED തന്നെയാണ് ഇൻകം ടാക്സിന് ഈ വിവരം നൽകിയതെന്നും നടപടി തുടർന്നാണ് ഇൻകം ടാക്സ് സ്വീകരിച്ചത് എന്നുമുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദേശസാൽകൃത ബാങ്കിലെ അക്കൗണ്ട് CPM ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ, ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താതിരുന്നത് എന്നതാണ് ചോദ്യമായി ഉയരുന്നത്. സ്വാഭാവികമായും CPM അതിന് മറുപടി പറയേണ്ടി വരും. CPM ഇപ്പോൾ പറയുന്നത് രഹസ്യ അക്കൗണ്ടുകളൊന്നുമില്ല, ഇത് രാഷ്ട്രീയ പകപോക്കലാണ്. ശരി, ആ രീതിയിലാണ് CPM അതിനെ പ്രതിരോധിക്കുന്നത്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.